ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ 1-2 ആഴ്ച മുമ്പ് കണ്ട ടാറ്റയുടെ പുതിയ പഞ്ച് അവരങ്ങനെ ഇപ്പോൾ ഫൈനലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസും അതുപോലെ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ ബാക്കി സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. ഓക്കെ, സോ പിന്നെ ഡിസൈൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ഇതിനകത്ത് ഇപ്പോൾ മാറ്റങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ പഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം അവർ ഫ്രണ്ട് പ്രൊഫൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്സോൺ EV ഒക്കെ എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളൊരു ഡിസൈനിലേക്കാണ് പുതിയ പഞ്ച് പോയിരിക്കുന്നത്. അതായത് കണക്റ്റഡ് DRLs വന്നിട്ടുണ്ട് മുകളിലായിട്ട്. DRLസിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. DRLs കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുണ്ട് നമ്മൾ നോർമൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഓൾ LED ഹെഡ് ലാംപ്സ്, അതുപോലെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഫോഗ് ലാംപ്സ് ഉണ്ട്, അതൊക്കെ LED ആണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഡിസൈനും അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ ഫ്രണ്ടിൽ മാക്സിമം മാറ്റാൻ പറ്റുന്നത്ര മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയും നോർമൽ പഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ. എനിക്കെന്താ നോർമൽ പഞ്ചിനേക്കാൾ കുറച്ചുകൂടി കാണാൻ ഇഷ്ടപ്പെട്ടതും ഈ വണ്ടിയാണ്. എന്തോ ഇതിൻ്റെ ഒരു പ്രപ്പോർഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കണക്റ്റഡ് DRLs ഒക്കെ ഉള്ളതുകൊണ്ട് ട്യൂബ് ലൈറ്റ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും. അത് എല്ലാവരുടെയും ഓരോ ഇഷ്ടങ്ങളാണ്. ഞാൻ അതിൻ്റെ വലിയൊരു ഫാനല്ല. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. എല്ലാത്തിനും ഫ്രണ്ടിലാണെങ്കിൽ DRLs കണക്റ്റഡ് ആവുന്നു, ബാക്കിലാണെങ്കിൽ ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആവുന്നു, സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് ആക്കുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്. എനിവേ പിന്നെ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, ടാറ്റയുടെ സാധാരണ വണ്ടികളൊക്കെ നമ്മൾ ചാർജിങ് പോയിന്റ് സൈഡിലായിട്ടാണ് കാണാറ്. പക്ഷേ ഇവിടെ ഫ്രണ്ടിലാണ് ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ആ ടാറ്റയുടെ ലോഗോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു സംഭവം ഉള്ളത്, നമ്മുടെ ഈ വലിയ വലിയ ഇലക്ട്രിക് വണ്ടികൾ അല്ലെങ്കിൽ ഈ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടികൾ കാണുന്ന പോലെ ഒരു ഫ്രണ്ട് സ്പേസ് അല്ലെങ്കിൽ ഫ്രണ്ട് ട്രങ്ക് സ്പേസ് ടാറ്റയിൽ അങ്ങനെ പഞ്ചിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കാരണം ഇത് അവരുടെ Gen 2 EV ആർക്കിടെക്ചറിൽ വരുന്നൊരു വണ്ടിയാണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് ഫ്രണ്ടിൽ അത്രയും സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. എന്തായാലും കൊള്ളാം. ചെറിയൊരു ലഗേജ് സ്പേസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോർമൽ പഞ്ച് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ഡോർ ഹാൻഡിൽസും അതുപോലെ ബാക്കി പ്രൊപ്പോർഷൻസും ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. രണ്ട് വ്യത്യാസങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ അലോയ്സിൻ്റെ ഡിസൈനിലാണ്. അത് ഇപ്പോൾ കൈൻഡ് ഓഫ് ടാറ്റയുടെ എയറോ ടൈപ്പ് ഡിസൈനിൽ വരുന്ന അലോയ്സ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ പുതിയ നെക്സോൺ EV, ഹാരിയർ, സഫാരി, ഈവൻ നോർമൽ നെക്സോൺ, അതിൻ്റെ അകത്തൊക്കെ വന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, ഈ വണ്ടിയുടെ ORVMസിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അത് ഈ ടോപ്പിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ORVMs കിട്ടുള്ളൂ. ബേസിക് വേരിയൻസിലൊക്കെ പഴയ തന്നെയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഹാരിയറും സഫാരിയും നെക്സോണും ഈ വണ്ടികളിലൊക്കെ ഇപ്പം ഈ സെയിം ORVMസിനെയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതായത് കുറച്ചുകൂടി വലിയ സൈസുള്ള ORVMs ആണ്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതായത് നോർമൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ടെയിൽ ലാംപ്സ് ആയാലും അതുപോലെ ബാക്കിലത്തെ മൊത്തത്തിലുള്ള ഡിസൈൻ ആയാലും. പിന്നെ ടാറ്റയുടെ ഒരു പുതിയ റൈറ്റിംഗ് സ്റ്റൈൽ punch.ev എന്ന് പറഞ്ഞ ആ ഡോട്ട് എന്ന് പറയുന്ന സംഭവം ഇട്ടിട്ടാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് ഇതിൻ്റെ റിഫ്ലക്റ്റേഴ്സും അതുപോലെ സൈഡിൽ EVയുടെ ബാഡ്ജിങ് സാധനങ്ങളൊക്കെ കാണാം. അല്ലാണ്ട് ടാറ്റയുടെ പണ്ടത്തെ ഒരു ബ്ലൂ ലൈൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടികൾ. അവരിപ്പോഴത്തെ വണ്ടികൾ അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ബ്ലൂ ലൈനൊന്നും ഞാൻ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ എന്ന് കാണിക്കാനായിട്ടൊന്നും അവരോടെയും വരച്ച് വെച്ചിട്ടില്ല. അത് ഒരു രീതിയിൽ നോക്കിയാൽ നന്നായി. കാരണം ഇലക്ട്രിക് വണ്ടികളും നോർമൽ വണ്ടികളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഇപ്പോൾ അങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 366 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഒരു വാഹനത്തിൽ വരുന്നത്. ഇൻഫാക്ട് നമ്മുടെ നെക്സോണിൽ വരെ 350 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസേ ഉള്ളൂ. ഇതിലായാലും കൂടുതൽ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അത് ഈ ക്ലെയിംഡ് നമ്പേഴ്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. റിയൽ ലൈഫിലൊക്കെ എല്ലാം കണക്കായിരിക്കും. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ, അല്ലെങ്കിൽ ടാറ്റ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓവറോൾ ഡാഷ്ബോർഡ് ഡിസൈനിൽ അവർ വലിയ വ്യത്യാസമൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എന്നാൽ അവിടെ ഡാഷ്ബോർഡ് ഡിസൈനിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാത്ത രീതിയിൽ തന്നെ അതിൻ്റെ അകത്ത് മാക്സിമം ഫീച്ചേഴ്സാണ് അവർ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പുതിയ ഇൻഫോടൈം സിസ്റ്റം. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം 10.25 ഇഞ്ചസിന് നമ്മൾ നെക്സോണിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിലൊക്കെ കണ്ട ആ സെയിം ഇൻഫോടൈം സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതായത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ താഴത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ആംബിയൻ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഡ്യുവൽ ടോൺ ക്യാബിനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് സീറ്റ്സ് ഒക്കെ നമുക്കൊരു കൈൻഡ് ഓഫ് വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഡാഷ്ബോർഡിലും അവർ ട്രൈ ആറോ പാറ്റേൺ ഒക്കെ വെച്ചിട്ടുള്ള അവരുടെ ഒരു ഐവറി ഫിനിഷും കൊടുത്തിട്ടുണ്ട്. എനിക്കത് മാത്രമാണ് ഇതിനകത്ത് കുറച്ച് ഓഫായിട്ട് തോന്നിയത്. അത് ഈ വണ്ടി മൊത്തത്തിൽ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആക്കിയിരുന്ന കുറച്ചുകൂടെ രസമായേനെ. പിന്നെ ഇതൊന്നും അല്ലാണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ നെക്സോൺ ഫേസ് ലിഫ്റ്റ്, സഫാരി, ഹാരിയർ ഇതിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു ഡ്യുവൽ ടോൺ ട്രീറ്റ്മെൻറ്റ്, അതായത് എക്സ്റ്റീരിയർ പോർഷനിൽ നമുക്കൊരു ഗ്രേ ഫിനിഷും അകത്തെ പോർഷനിൽ ഒരു വൈറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ രസമുണ്ട്. പക്ഷേ കുറേ ഉപയോഗിച്ച് കഴിയുമ്പം അകത്തെ പോർഷൻ ചിലപ്പോൾ കറയാവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസും അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അത് ടച്ച് അല്ല, പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഞെങ്ങിപ്പോവും, അതാണ് വേറൊരു പ്രശ്നം. പിന്നെ ഇതിൻ്റെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. നമ്മളെ നെക്സോണിലൊക്കെ കണ്ട സെയിം 10.25 ഇഞ്ച് സൈസ് വരുന്ന ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റാണ് ടാറ്റ ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണെന്ന് പറയാം. നമ്മളിപ്പം ഇതിൻ്റെ ഡയറക്റ്റ് ഡ്രൈവിലായിട്ട് ഇപ്പോൾ ആകെ EC3 മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നുമില്ല. അതിൽ ആക്ച്വലി ഇതിനകത്ത് വരുന്ന കാൽഭാഗം ഫീച്ചേഴ്സ് പോലും ഇല്ല എന്ന് പറയാം.
ഇനി അതല്ലാണ്ട് നമ്മളിതിൻ്റെ താഴത്തെ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ എ സിയുടെ കൺട്രോൾസ് മാറ്റിയിട്ടുണ്ട്. പണ്ട് നമുക്ക് പഞ്ചിലൊക്കെ ഒരു റോട്ടറി നോബൊക്കെ ഉള്ള ഒരു ഓട്ടോ എ സിയുടെ കൺട്രോൾ പാനലായിരുന്നു വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് നെക്സോൺ ഫേസ് ലിഫ്റ്റിൽ വരുന്ന ആ ഒരു ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഒക്കെ ഉള്ള കൺട്രോൾ പാനലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സംഭവം കുഴപ്പമൊന്നുമില്ല. അവർ അറ്റ്ലീസ്റ്റ് ഫാൻ സ്പീഡും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ടച്ച് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഓവറോൾ യൂസബിലിറ്റി നോക്കുകയാണെങ്കിലും അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഈ നമ്മുടെ കൈയുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരുന്നതൊക്കെ നോക്കുകയാണെങ്കിലും കുറച്ച് അതാണ് അതിൻ്റെ ഒരു ഡൗൺ സൈഡിലുള്ളത്. വേറെ കുഴപ്പമില്ല, കാണാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പണ്ട് നെക്സോൺ EV മാക്സിൽ വന്ന ആ ഒരു ഡയൽ പാഡ് പോലത്തെ, അതായത് ഈ ഇലൂമിനേഷനൊക്കെയുള്ള, പിന്നെ നമുക്കൊരു നേൾഡ് ഫിനിഷൊക്കെ വരുന്ന ബാക്ക്ലിറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ പാനൽ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു റോട്ടറി നോബാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവ് മോഡൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് അതെന്തായാലും രസമുള്ളൊരു സംഭവമാണ്. നമുക്ക് നെക്സോണിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഇമ്പ്രസീവായിട്ട് തോന്നിയായിരുന്നു. പിന്നെ പുതിയ മോഡലിൽ അവർ കുറച്ചുകൂടെ നല്ലൊരു സാധനം കൊടുത്തെന്ന് മാത്രം. ഫീച്ചേഴ്സ് തീർന്നിട്ടില്ല. ഈ വണ്ടിയിൽ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. ഫ്രണ്ടിലത്തെ 2 സീറ്റ്സിലും കൂളിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് ആംറസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് നമ്മൾ ഈ വണ്ടിയുടെ സൈസിൽ നിൽക്കുന്ന ബാക്കി വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഒന്നിലും കിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാം. ഇതൊക്കെ പോട്ടെ, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സൺറൂഫും ഈ ഒരു വാഹനത്തിലുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് 2 വേരിയൻസിനോട് സൺറൂഫ് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. വേരിയൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അത് നമുക്ക് തൽക്കാലത്തേക്ക് ആദ്യം ജസ്റ്റ് ഓവറോൾ ഫീച്ചേഴ്സ് നോക്കണമല്ലോ. ഇനി വീണ്ടും സെഗ്മെൻറ്റ് ബെസ്റ്റായിട്ട് ഈ വാഹനത്തിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 20-25 ലക്ഷം രൂപയുടെ റേഞ്ചിലുള്ള വണ്ടികളിലൊക്കെ ഒരു 2-3 വർഷം വരെ ആ സമയത്ത് അതിനൊക്കെ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ഫീച്ചേഴ്സാണ്. അതൊക്കെ ഇപ്പോൾ നാരോ ഡൗൺ ചെയ്ത് 5 വരെ എത്തിയിട്ടുണ്ട്. പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതുപോലെ ഓട്ടോമാറ്റിക് ഹെഡ്ലൈംസ്, അങ്ങനത്തെ സകലമാന സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നോർമൽ പഞ്ചിൽ അവരാകെ 2 എയർ ബാഗ്സേ കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് പഞ്ച് EVയിലേക്ക് വരുമ്പോഴേക്കും 6 എയർ ബാഗ്സ് ആണ് കിട്ടുന്നത്. അതും സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനെ വരുന്ന സകലമാന സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെ കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ബാക്കിലത്തെ സീറ്റിങ്ങിൻ്റെ സ്പേസ് എടുക്കുകയാണെങ്കിൽ പോലും അവിടെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത് Gen 2 EV ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ ആ താഴത്തെ ഫ്ലോർ പാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി പാക്ക്, അതായത് നെക്സോൺ EVയിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാക്സിലൊക്കെ വരുമ്പോഴേക്കും ഫ്ലോർ പാൻ ഭയങ്കര പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അവർ കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കാരണം പണ്ടത്തേന്ന് പറയുന്നത് Gen 1 ആയിരുന്നില്ല. അതിൻ്റെ അകത്ത് അത്രയും സ്പേസിങ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വരാം. അതായത് ഇതൊരു EV ആണല്ലോ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കണമല്ലോ. ഇതിനകത്ത് 2 വേരിയൻസ് ആണുള്ളത്. ബേസിക് ആയിട്ട്, അതായത് പഞ്ച് EV ഉണ്ട്, പിന്നെ പഞ്ച് EV ലോങ് റേഞ്ച് എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ഈ നോർമൽ പഞ്ച് EVയിൽ നമുക്ക് കിട്ടുന്നത് ഒരു 25 kWh ബാറ്ററി പാക്ക് ആണ്. ടാറ്റ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവർ പാർട്ട് ഷെയറിംഗ് ഒന്നും ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാറില്ല. കാരണം ടിയാഗോ EVയുടെ ലോങ് റേഞ്ചിൽ അവർ 24 kWh ബാറ്ററി പാക്കാണ് കൊടുക്കുന്നത്. ടിഗോർ EVയിൽ 26 kWh ബാറ്ററി പാക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ താണ്ടെ പഞ്ച് EVയിൽ 25 kWh ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നു. 24-26 കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, അവർ ഓൾറെഡി ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ. പക്ഷേ അത് ചെയ്തില്ല. അതിന് വരും വേറൊരു ബാറ്ററിയും കൊടുത്തു. ഇനി പവർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് 80 PS 114 Nm ടോർക്കുമാണ് വരുന്നത്. ആൻഡ് 315 km ഈ ഒരു ബാറ്ററി കൺഫിഗറേഷന് റേഞ്ച് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് സ്റ്റിൽ നമ്മുടെ നോർമൽ പഞ്ച് പെട്രോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാസ്റ്ററാണ്. അതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ ആണ്. പക്ഷെ എന്നാൽ പോലും 13.5 seconds ആണ് ഇതിന് 0 to 100 എത്താനായിട്ട് ക്ലെയിം ചെയ്യുന്ന സമയം. അത് അത്യാവശ്യം ക്വിക്കാണ്. കാരണം നോർമൽ പഞ്ച് 16.5 seconds എടുക്കും. സോ അതിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അവിടെ നല്ല വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് അവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് 35 kWh ബാറ്ററി പാക്കാണ്. അതുകൊണ്ട് തന്നെ 421 km മാക്സിമം റേഞ്ച് വരുന്നുണ്ട്. പിന്നെ പവറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും 122 PS പവറും 190 Nm ടോർക്കുണ്ട്. 190 Nm ഒക്കെ അത്യാവശ്യം നല്ല ടോർക്കാണ്. അതുകൊണ്ട് തന്നെ 0 to 100 എത്താൻ ഈ വണ്ടി ജസ്റ്റ് 9.5 seconds ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ നെക്സോൺ EV ഏകദേശം 9 സെക്കൻഡ്സിന് എടുത്താണ് എടുക്കുന്നത്. അതിനേക്കാൾ ഏകദേശം കുറച്ചുകൂടി ഒരു 4 ലക്ഷത്തിനടുത്ത് രൂപ കുറവുണ്ട് ഇതിന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി ഫാസ്റ്റാണ്. ഈവൻ പെട്രോൾ വണ്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെർട്ടസ് ഈ വണ്ടികളൊക്കെ ഏകദേശം 9 സെക്കൻഡ്സിലാണ് 0 to 100 എത്തുന്നത്. ഒബ്വിയസ്ലി 1.5 ലിറ്റർ അല്ല. ഇനി അതല്ലാണ്ട് ബാക്കി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവം ഇതിൻ്റെ പ്രൈസിങ്. 5 വേരിയൻസിലാണ് ഈ വാഹനം വരുന്നത്. ടാറ്റ ഇപ്പോഴത്തെ ഈ പേഴ്സണാസ് ഒക്കെ വെച്ച് വേരിയൻസിൻ്റെ പേര് കൊടുക്കില്ല. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പേര്. സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ, എംപവേർഡ് പ്ലസ്, ഇങ്ങനെയാണ് 5 വേരിയൻസിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലോങ് റേഞ്ച് മോഡൽ, അഡ്വഞ്ചർ, എംപവേർഡ് പ്ലസ് തുടങ്ങി 3 വേരിയൻസിലായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ നോർമൽ ഞാൻ പറഞ്ഞല്ലോ 25 kWh ബാറ്ററി പാക്ക് വെച്ച് വരുന്ന മോഡൽ നമുക്ക് എല്ലാ 5 വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി പ്രൈസ് എടുക്കുകയാണെങ്കിൽ 10.99 lakhs ഇതിൻ്റെ ലോ റേഞ്ച് മോഡൽ അല്ലെങ്കിൽ മീഡിയം റേഞ്ച് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13.29 lakhs വരെയാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. 14.99
1.49 ലാക്സ് വരെയാണ് നമ്മുടെ ലോങ് റേഞ്ച് മോഡലിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത്. അതായത് ജസ്റ്റ് 1.2 ലാക്സിനടുത്ത് വ്യത്യാസമുള്ളൂ കേട്ടോ. അതെനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയത്. കാരണം 25 കിലോ വാട്ടും 35 കിലോ വാട്ടും തമ്മിൽ റിയൽ ലൈഫിൻ്റെ കാര്യത്തിൽ റേഞ്ചിൽ ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സിനടുത്ത് ഡിഫറൻസ് വരും. അത്രയും ഡിഫറൻസ് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ലോങ് റേഞ്ച് മോഡൽ എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഈവൻ അവർ ക്ലെയിം ചെയ്യുന്നതിൽ പോലും 106 കിലോമീറ്റേഴ്സിൻ്റെ ഒരു അഡീഷണൽ ഗെയിൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ ഒരു 80 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ കൂടുതൽ കിട്ടിയാൽ തന്നെ അത് നല്ലതാണല്ലോ. പിന്നെ അഡ്വഞ്ചറിൻ്റെ ലോങ് റേഞ്ച് മോഡലിലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12.99 ലാക്ക് റുപ്പീസിലാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പ്രൈസിങ് വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. നമ്മൾ ഇലക്ട്രിക് വണ്ടികളുടെ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവരിത് പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ടിയാഗോ ഇ വി വരെ ഇപ്പോൾ 8.6 സ്റ്റാർട്ട് ചെയ്ത് 12 ലാക്സിനടുത്ത് വരെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ടിയാഗോ ഇ വിയുടെ ഒരു സെക്കൻഡ് ടോപ്പ് എടുക്കുക എന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 5 EVയുടെ ഏറ്റവും ബേസിക് 25 കിലോ വാട്ട് വരുന്ന മോഡലും കൺസിഡർ ചെയ്യാം. ടിയാഗോയുടെ 24-നേക്കാൾ വലുതാണ് ഇതിൻ്റെ 25 കിലോ വാട്ട് എന്നും കൂടെ ആലോചിക്കണം. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, രണ്ടിലും സെയിം ബാറ്ററി കൺഫിഗറേഷൻ പോലൊക്കെ തന്നെയാണ് ഏകദേശം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഇപ്പം അത് വിട്ട് പഞ്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നല്ലാണ്ട് വണ്ടി കുറച്ചുകൊണ്ട് വലുത് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് ഈവൻ നിങ്ങളിപ്പോൾ ടിയാഗോ ഇ വി ടോപ്പ് എൻഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സ്മാർട്ട് പ്ലസും വേണം നോക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സും കൂടെ കൂടുതൽ കിട്ടും. പിന്നെ പ്രൈസിങ്ങിൽ തന്നെ വരുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്വഞ്ചർ, എംപവേർഡ് പ്ലസ് തുടങ്ങിയ 3 വേരിയൻസിൽ സൺറൂഫിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ സൺറൂഫിൻ്റെ പ്രൈസ് ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾക്ക് ഇൻ കേസ് സൺറൂഫ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 50,000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും. ഞാനായിരുന്നേ കൊടുക്കില്ലായിരുന്നു, എനിക്കൊട്ടും താല്പര്യമില്ല ചുമ്മാ സൺറൂഫൊക്കെ വയ്ക്കാൻ. പക്ഷേ എന്തായാലും നോർമൽ ചിലപ്പോൾ ആൾക്കാർ കൊടുക്കുമായിരിക്കും. അതെന്തായാലും മാറ്റി നിർത്താം. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 7.2 കിലോ വാട്ട് AC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനും ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എടുക്കണമെങ്കിൽ 50,000 റുപ്പീസ് അതിന് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ 3 ഫേസ് ഒക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. കാരണം അതിന് കൂടുതൽ നമ്മൾ ചിലപ്പം അഡീഷണൽ ലൈനൊക്കെ വലിക്കേണ്ടി വരും. ഇവിടെ നോർമൽ സെറ്റിങ്സിൽ നമുക്കത് കിട്ടില്ല. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ടാറ്റയുടെ പഞ്ച് EV. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ വഴിയെ വിടുന്നതായിരിക്കും. സോ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.